ഹലോ. അപ്പം എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇനിയുള്ള 20 ഡേയ്സ് നമ്മൾ എക്സാംസ് മാത്രം എഴുതിക്കൊണ്ടിരുന്നാൽ മതിയോ, അല്ലെങ്കിൽ കുറച്ച് തിയറിയും പഠിക്കണോ എന്നുള്ള കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ എക്സാംസ് മാത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാംസിൽ ചോദിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ലേ. നമ്മൾ എക്സാംസിൽ ഇപ്പം എല്ലാ തിയറി പോർഷൻസും കവർ ആവില്ലല്ലോ. സോ നമ്മളെ ഭാഗത്തു നിന്ന് കുറച്ച് തിയറി പോർഷൻസും അല്ലെങ്കിൽ നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതുപോലെ വായിച്ചിട്ടുള്ള നോട്ട്സ്, നമ്മുടെ ഇക്വേഷൻ ബുക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും റിവൈസ് ചെയ്യണ്ടേ. അപ്പം ഓരോ സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ബയോൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡെയിലി ബയോ വായിക്കണം. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര ഫിസിക്സിലും കെമിസ്ട്രിയിലും എക്സ്പേർട്ടാണ് ഉണ്ടെങ്കിൽ പോലും നീറ്റിന് ബയോയിൽ യൂഷ്വലി എല്ലാവരും 360 ഔട്ട് ഓഫ് 360 വാങ്ങിക്കുന്ന ഒരാൾക്കാരാണ്. 360 ഔട്ട് ഓഫ് 360 വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 340+ എങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാർക്ക് വാങ്ങിച്ചിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. സോ ബയോ ഡെയിലി വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. യൂഷ്വലി എല്ലാവരും പറയുന്ന കാര്യമാണ്, ഫിസിക്സ് ടഫാണ്, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ കിട്ടുന്നില്ല, അതുകൊണ്ട് ഫിസിക്സിൽ ഇനി ലാസ്റ്റ് ഡേയ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾ മറ്റേ സൈഡിൽ ബയോളജി മറന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ, രാത്രിയോ രാവിലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഏതാണ് ആ ഒരു സമയത്ത് ബയോ വായിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് കെമിസ്ട്രിയിൽ ഇനോർഗാനിക് ഈക്വൽ ടു ബയോളജി എന്നാണ് യൂഷ്വലി എല്ലാവരും പറയല്. കാരണം എന്താ, ഇനോർഗാനിക്കും ഇതുപോലെ തന്നെ മറന്നു പോകുന്ന ഒരു സാധനമാണ്. അപ്പം ഇനോർഗാനിക് വായിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു 20 ഡേയ്സിൽ സമയം കണ്ടെത്തിയേ പറ്റൂ. പിന്നെയുള്ള കാര്യം പറയുകയാണെങ്കിൽ ഓർഗാനിക്കിൻ്റെ കേസിൽ യൂഷ്വലി അധിക പേരും ഓർഗാനിക് NCERT ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. ഇനി ഇൻ കേസ് NCERT എല്ലാം നോക്കിയത് നിങ്ങൾ നോട്ട്സാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ പഠിക്കാൻ യൂസ് ചെയ്തത് ആ സാധനം വീണ്ടും എടുത്ത് വായിച്ചേ പറ്റൂ. നിങ്ങൾ പറയുന്ന കേൾക്കല്ലേ, ഓർഗാനിക് ഹൈലി വോളറ്റൈലാണെന്നുള്ളത്. അപ്പോൾ ഓർഗാനിക് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നീറ്റ് എക്സാമിന് അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെയുള്ള കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്സാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്. പക്ഷേ അതേപോലെ തന്നെ ചെറിയ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലൊക്കെ കുറച്ച് തിയറി പോർഷൻസും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് എന്താണോ പഠിച്ചിരുന്നത് അതേ സാധനം വീണ്ടും എടുത്ത് നോക്കി കഴിഞ്ഞാൽ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ഫിസിക്സിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ പോരാ, ആ ഇക്വേഷൻസ് നമ്മൾ പണ്ട് എഴുതി വെച്ചിട്ടില്ലേ ലാസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്, ആ സാധനങ്ങൾ വീണ്ടും എടുത്ത് നോക്കിയേ പറ്റൂ. അപ്പം നിങ്ങൾ ഒരു ദിവസം ഫുൾ ക്വസ്റ്റ്യൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യാതെ അതിന് പകരം കുറച്ച് സമയം ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും ബാക്കി സമയം തിയറി നോക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യണം. ഇപ്പോൾ ഡെയിലി എക്സാംസ് എഴുതണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഡെയിലി എക്സാംസ് എഴുതാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ തിയറിയും പഠിച്ച് 2-3 തവണ തിയറി റിവൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഡെയിലി എക്സാംസ് പ്രാക്ടീസ് ചെയ്തോളൂ. ബാക്കിയുള്ള ആൾക്കാർ ഡെയിലി എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ എക്സാംസ് എഴുതുന്നതിൻ്റെ കൂടെ തിയറി പോർഷൻസും നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സമയം കണ്ടെത്തണം. ഓക്കെ അല്ലേ?